ആയിട്ട് എന്നെ ആരോ നല്ല രീതിയിൽ പ്രാഗിയിട്ടുണ്ട്. കാരണം സംതിങ് ഈസ് ഗോയിങ് ഓൺ വിത്ത് മൈ ഐസ്. ഇനിയിപ്പോ വല്ല ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ പ്രാക്കായിരിക്കോ? ആദ്യം ഞാൻ വിചാരിച്ച വല്ല പോളക്കുരു അങ്ങനെ ആയിരിക്കുന്ന, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതല്ല, വേറെ എന്തോ കൂടിയ സാധനമാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ ടു മീറ്റ് എ കണ്ണ് ഡോക്ടർ. എന്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. അമ്മേനെ നൈറ്റ് ഇടുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ഫ്ലൈ ചെയ്തിട്ട് കുറച്ച് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഫ്ലൈങ് ഒക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഈ മന്ത് ഫ്ലൈങ് കുറവായോണ്ട് തന്നെ, സത്യം പറഞ്ഞ ഒരു ഫ്ലൈറ്റും ചെയ്യാത്തോണ്ട് തന്നെ എന്റെ സാലറിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ബേസിക് സാലറി മാത്രമായിരിക്കും ഈ മന്ത് എനിക്ക് കിട്ടുക. ആ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ട്. കാരണം നമ്മൾ ജോലി എടുത്താലും ജോലി എടുത്തില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വെച്ചാൽ ഒരു ബേസിക് സാലറി ഉണ്ടല്ലോ, അത് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഒരു പണിയെടുത്തില്ലെങ്കിലും എന്റെ കയ്യിൽ സാലറി വരും. പിന്നെ വേറൊരു കാര്യം, എപ്പോഴും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഞാൻ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാലം വെറുതെ ഇരിക്കുന്നത്. ഒരു കണക്കിന് വെറുതെ ഇരിക്കുന്നതും ഒരു തരം മടുപ്പാണ്. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലിരുന്നാൽ മതിയെന്ന്. ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഫ്ലൈ ചെയ്താൽ മതിയെന്ന്. എന്തെല്ലാം